നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിൻ്റെ കഴുതക്കുട്ടിപ്പുറത്തുള്ള യാത്ര. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അവയുടെ മേൽ ഇട്ടു. അവൻ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചില വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പുവെട്ടി വഴിയിൽ വിതറി. മുമ്പും പിൻപും നടന്ന പുരുഷാരം ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരൂശലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി, ഇവനാർ എന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസറത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുക. അവിടെ കിടക്കുമ്പോൾ ആരും കയറാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും ചോദിച്ചാൽ യഹോവയ്ക്ക് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. ക്ഷണത്തിൽ വിട്ടയക്കും. അവർ ചെന്നു കഴുതക്കുട്ടിയെ കണ്ടു. കഴുതക്കുട്ടിയെ അഴിച്ചു. കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ നേരത്ത് അതിന് ഉടമസ്ഥർ ചോദിച്ചു, ആരാണ് കഴുതയെ അഴിക്കുന്നത്? യഹോവയ്ക്ക് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ വിട്ടയച്ചു. അവരുടെ ആഗ്രഹം സഫലമായി. ഇത് യഹോവ ഈ കഴുത ഉപയോഗിക്കണം. അതിനാണ് അവർ ആ കഴുതയെ സമർപ്പിച്ചത്. അവരുടെ സന്തോഷം വളരെയാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു കഴുതപ്പുറത്ത് യാത്ര ചെയ്തത്? സാധാരണ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്നത് കുതിരപ്പുറത്തും, യുദ്ധം ജയിച്ചു കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ താഴ്മ ധരിച്ചുകൊണ്ട് കഴുതപ്പുറത്തുമാണ്. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം ഈ കൊള്ളയിൽ യുദ്ധത്തിൽ ലഭിച്ച വസ്തുക്കൾ തൻ്റെ പ്രജകൾക്ക് നൽകുക എന്നുള്ളത് കൂടെയാണ്. നമ്മുടെ കർത്താവ് ജയിച്ചവനായിട്ടാണ് തന്നെക്കുറിച്ച് താൻ വിചാരിക്കുന്നത്. കാരണം യെരൂശലേമിൽ ചെന്നാൽ മനുഷ്യമൃഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി താൻ കൊല്ലപ്പെടും. അതിനാൽ പിശാചിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യരെ വീണ്ടെടുക്കാൻ തനിക്ക് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ജനനം നടക്കാതിരിക്കാൻ പല തടസ്സങ്ങളും ഉണ്ടായത് നമുക്കറിയാം. യോസേപ്പ് യേശുവിനെ ഉപേക്ഷിക്കാനൊക്കെ ഭാവിച്ചത് നമുക്കറിയാം. ഹെരോദാവ് യേശു കുഞ്ഞിനെ കൊല്ലാനൊരുങ്ങിയ കാര്യം നമുക്കറിയാം. യേശുവിനെയും കൊണ്ട് യോസേപ്പും മറിയാമും മിസ്രയീമിലേക്ക് ഓടിയ കാര്യം, അതൊക്കെ അപകടം നിറഞ്ഞ യാത്രയാണ്. അവിടെ നിന്ന് മടങ്ങി വന്ന് നസറത്തിൽ പാർത്തത് നമുക്കറിയാം. നസറത്തിലെ പള്ളിക്കാർ യേശുവിനെ തലകീഴായി തള്ളിയിട്ട് കൊല്ലാനൊരുങ്ങിയത് നാം കണ്ടു. അതിനുശേഷം യേശുവിനെ പിടിക്കാനും കൊല്ലാനും ഒരുപാട് ഗൂഢതന്ത്രങ്ങൾ ആളുകൾ മെനഞ്ഞതായിട്ട് നമുക്കറിയാം. എന്നാൽ കർത്താവായ യേശു പ്രവചനപ്രകാരം യെരൂശലേമിൽ മരിക്കണം, കുരിശിൽ തൂങ്ങി ശാപഗ്രസ്തമായ മരണം അനുഭവിക്കണം. ആ സമയത്ത് യേശുവിൻ്റെ വസ്ത്രം വിഭാഗിക്കപ്പെടണം, യേശുവിൻ്റെ മുഖത്ത് തുപ്പാനിടയാകണം, പുറം അടിച്ചു കീറാനിടയാകണം. ഇങ്ങനെയുള്ള ധാരാളം പ്രവചനങ്ങൾ കൃത്യമായി നിറവേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃത്യസമയത്ത് വേണം യേശു യാഗമാകാൻ. യേശു സാക്ഷാൽ പെസഹ കുഞ്ഞാടാണ്. കർത്താവായ യേശുക്രിസ്തു, അതായത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞു. യെരൂശലേമിൽ കാല് ചവിട്ടിയതോടുകൂടെ അത് സാധിച്ചു. യേശുവിനെ ഇതിനോടകം പല തവണ ആളുകൾ തടയുകയും ഒക്കെ ചെയ്തെങ്കിലും യേശു ഒരു ജയാളിയെപ്പോലെ ആണ്. അതാണ് കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ കാരണം. താൻ ജയിച്ചു കഴിഞ്ഞു. അതാണ് തൻ്റെ മനോഭാവം. യേശു ശിഷ്യന്മാരെ അയച്ചു, കഴുതക്കുട്ടി അയച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പക്ഷേ അവർ കഴുതപ്പുറത്ത് കയറിയില്ല. കാരണം നമുക്ക് ഒരു സാമ്പിളായിട്ടൊന്ന് നോക്കാം. ഇത് വിജയിക്കുമോ? യേശു കഴുതപ്പുറത്ത് കയറിയാൽ കഴുത ഉരുട്ടി താഴെയിടുമോ? അപ്പോൾ നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അവർ കഴുതപ്പുറത്ത് കയറിയില്ല. അതിനുള്ള യോഗ്യത അവർക്കില്ല. യേശു ആരും കയറാത്ത കഴുതപ്പുറത്താണ് യാത്ര ചെയ്തത്. യേശു ജനിച്ചത് ഒരു കന്യകയിൽ നിന്നാണ്, പുരുഷൻ തൊടാത്ത കന്യക. യേശു അടക്കപ്പെട്ടത് ആരെയും വെക്കാത്ത കല്ലറയിലാണ്. യേശു
നിസ്തുല്യനാണ്. അവര് ഈ കഴുതക്കുട്ടി യേശുവിൻ്റെ അടുക്ക് കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം കഴുതക്കുട്ടിയുമേൽ വിരിച്ചു. ആളുകൾ തങ്ങളുടെ നേരിയത് അല്ലെങ്കിൽ തങ്ങളുടെ ഷാള് മേലങ്കിയൊക്കെ ആ വഴിയിൽ വിരിച്ചു. ചിലര് ഒലിവുമലയുടെ കുരുത്തോലകളൊക്കെ ആ വഴിയിൽ വെട്ടിയിട്ടു. ഒരു രാജാവിനെ ആദരിക്കുന്നത് പോലെ യേശുവിനെ ആദരിക്കുകയാണ്. മാത്രവുമല്ല, അവർ കയ്യിൽ കുരുത്തോലുകൾ ഏന്തിക്കൊണ്ട് ദാവീദ് പുത്ര ഹോസന്ന എന്നാർക്കുകയാണ്. ഹോസന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്ക എന്നാണ്. ഞങ്ങളെ രക്ഷിക്ക എന്ന് അവരുദ്ദേശിച്ചത് പീലാത്തോസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ റോമ ഗവൺമെൻറ്റിൽ നിന്ന് ആ അടിമത്തത്തിൽ ഞങ്ങളെ രക്ഷിക്കുക, അതാണ് അവർ മീൻ ചെയ്തത്. യേശു ഇപ്പോൾ പോയി പീലാത്തോസിനെ അധികാരഭ്രഷ്ടനാക്കി രാജ്യം പിടിച്ചടക്കും, ദൈവരാജ്യം സ്ഥാപിക്കുമെന്നൊക്കെയാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. എന്തായാലും യേശു കഴുതപ്പുറത്ത് കയറിയപ്പോൾ ശാന്തനായി ആ കഴുത യാത്ര ചെയ്യുക. ഒലിവുമലയുടെ കയറ്റവും ഇറക്കവും, ചുറ്റും നിന്ന് ആളുകൾ ആരവാരം ഉണ്ടാക്കുന്നു. ഇതൊന്നും ആ കഴുതയ്ക്ക് വിഷയമല്ല. ആ കഴുതയ്ക്ക് വലിയ ഇണക്കമുണ്ടായിക്കഴിഞ്ഞു. ഇതാണ് യേശു നമ്മിൽ വന്നാൽ നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുകയാണ്, നമ്മുടെ ഗമനം സ്ഥിരമാവുകയാണ്, നമ്മൾ അനുസരണമുള്ളവരായിട്ട് മാറുകയാണ്. ആളുകൾ ആർത്ത് വിളിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കുക. അതാണ് ഹോസന്ന, ഞങ്ങളെ രക്ഷിക്കുക. ഇങ്ങനെ രാജകീയമായ ഒരു യാത്ര ഉണ്ടാകുമെന്ന് പ്രവചനങ്ങളിലുണ്ട് എന്നൊന്നും ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കുകയില്ല അവരാർത്ത് വിളിച്ചത്. മറിച്ച് ഇതുവരെയും നടന്ന് യാത്ര ചെയ്ത 3.5 വർഷക്കാലം നടന്ന് യാത്ര ചെയ്ത യേശു ആദ്യമായിട്ട് കഴുതപ്പുറത്ത് മഹാരാജാവിനെ പോലെ, യുദ്ധം ജയിച്ചു വരുന്ന രാജാവിനെ പോലെ ഒരു യാത്രയ്ക്ക് തയ്യാറായപ്പോൾ ഇത് തീർച്ചയായിട്ടും പീലാത്തോസിനെ ഓടിച്ച് അല്ലെങ്കിൽ റോമ ഗവൺമെൻറ്റിനെ തറപറ്റിച്ചുകൊണ്ട് ദൈവരാജ്യം സ്ഥാപിക്കാനാണ് എന്ന് ആളുകൾ വിചാരിച്ചു. പക്ഷേ അവർ വിചാരിച്ചതല്ല നടന്നത്, യേശു വിചാരിച്ചതാണ്. യേശു വിചാരിച്ചത് എന്താണ്? പിശാചിനെ തോൽപ്പിക്കുക. മനുഷ്യനെ അടക്കി വെച്ചിരിക്കുന്ന, മനുഷ്യൻ്റെ ബോധം കളയുന്ന, മദ്യത്താലും മയക്കുമരുന്നിനാലും മനുഷ്യൻ്റെ ബോധം കളയുന്ന, കൊലപാതകത്താലും വ്യഭിചാരത്താലും മോഷണത്താലും മനുഷ്യൻ്റെ സ്വസ്ഥത കളയുന്ന ആ പിശാചിനെ തറപറ്റിക്കുക, പിശാചിൻ്റെ പിടിയിൽ നിന്ന് ആളുകളെ രക്ഷിക്കുക. അതിനുള്ള രക്ഷാമാർഗം തൻ്റെ കുരിശുമരണത്തോട് യേശു ഒരുക്കുകയായിരുന്നു. പാപം ഇല്ലാത്ത യേശു പാപിയുടെ സ്ഥാനത്ത് പാപിയുടെ ശിക്ഷ പ്രതിപകരമായിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. അതാണല്ലോ യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് യേശു തൻ്റെ മരണത്തിലൂടെ, യാഗത്തിലൂടെ സാധിച്ചത്. അതിനാണ് യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്തത്. അതിൻ്റെ അർത്ഥമറിയാതെ ആളുകൾ ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ശരിയാണ്. ഇതിനു മുമ്പൊരു സംഭവം ഉണ്ടായി. ഒരു മഹാപുരോഹിതൻ പറഞ്ഞു, ജനമെല്ലാം നശിക്കാതിരിക്കാൻ ജനത്തിനു വേണ്ടി ഒരാൾ മരിക്കുന്നത് നല്ലത്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ അതുണ്ട്. കയ്യാപ്പാവാണ് പറഞ്ഞത്. അവനെ അറിയാതെയാണ് പറഞ്ഞത്. പക്ഷേ അറിയാതെ ഈ ജനം ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. അത് റോമ ഗവൺമെൻറ്റിൽ രക്ഷിക്കുക എന്നാണ് അവർ അർത്ഥമാക്കിയതെങ്കിലും പിശാചിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് സാധിച്ചത്. യേശു യെരുശലേമിൽ പ്രവേശിച്ചു. ഇനി മരണത്തിന് മണിക്കൂറുകൾ മാത്രമാണുള്ളത്. കർത്താവായ യേശു മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ യോഗ്യനെന്ന് തെളിയിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഞങ്ങളെ രക്ഷിക്കുക എന്ന്, ഹോസന്ന എന്നവനോട് പറയാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും, അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.